പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സി പ്രോഗ്രാമിംഗിലെ ടെർണറി ഓപ്പറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റ്സ് എൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയുള്ള ഒരു കേസാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്സോ അതേസമയം എൽ സ്റ്റേറ്റ്മെന്റ്സോ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് വരികൾ അധികം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ല. ചെറിയ ചെറിയ കേസുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്ററിന് വേണ്ടി ഇപ്പൊ നമുക്ക് ഒരു രണ്ട് വേരിയബിൾസ് ഉണ്ട് കരുതുക. രണ്ട് വേരിയബിൾസിനെ കമ്പയർ ചെയ്തിരുന്നതിന് ഒരു കമ്പയറിങ്ങിനാണ് നമ്മൾ സാധാരണ ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിക്കല്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കൂടെ എന്താണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ വേരിയബിൾ ആണ് ഇന്റിജർ എ ഈസ് ഈക്വൽ ഞാൻ വാല്യൂ അസൈൻ ചെയ്യാണ് 10. ഓക്കെ, ഞാൻ മറ്റൊരു ഇന്റിജർ വാല്യൂ കൊടുക്കുകയാണ്. ഇന്റിജർ പി ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് വേരിയബിൾസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു, ഇന്റ് എ ഇന്റ് ബി. ഇനി നമ്മൾ പുതിയൊരു വേരിയബിൾ ദാറ്റ് മീൻസ് ഇന്റ് സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോ ഇന്റ് സി എന്ന് പറയുന്ന വേരിയബിളിന് ഞാൻ ഇനീഷ്യലൈസ്, അതായത് ഞാൻ അതിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോ ഇനി നമ്മൾ സി എന്ന് പറയുന്ന വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ടെർണറി ഓപ്പറേറ്ററിലൂടെയാണ് ഞാൻ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ കമാൻഡ് കൊടുക്കുകയാണ്. അതായത് കമാൻഡ് കൊടുക്കുന്ന രീതി, ടെർണറി ഓപ്പറേറ്ററിൽ കമാൻഡ് കൊടുക്കുന്ന രീതി ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഞാനിവിടെ സി ഈസ് ഈക്വൽ ടു, അതായത് സിൻ്റെ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. സി ഈസ് ഈക്വൽ ടു സിൻ്റെ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യണം. അതിനുശേഷം ഒരു ബ്രാക്കറ്റ്, ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എനെയും ബിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കമ്പാരിസൺ കൊടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 10, ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 5. 10 5 വലുതെന്ന് ചോദിച്ചാൽ 10 ആണ്. അപ്പോൾ ഞാനിവിടെ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, ഒരു കണ്ടീഷൻ കൊടുത്തു. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതിന് ശേഷം ഇടേണ്ടത്. ഞാൻ സ്പേസ് ഇട്ട് അടിക്കുകയാണ്, കാരണം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, കണ്ടീഷൻ കൊടുത്ത് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് നമ്മൾ സി പ്രോഗ്രാമിങ്ങിനോട് പറയാണ്, ഇപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലേ എന്ന് ഞാൻ സി പ്രോഗ്രാമിങ്ങിനോട് ഈ ക്വസ്റ്റ്യൻ മാർക്കിലൂടെ ചോദിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സി പ്രോഗ്രാമിങ്ങിനോട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച്, ഇനി ശരിയാണെങ്കിൽ എന്ത്, തെറ്റാണെങ്കിൽ എന്ത് എന്നും കൂടി നമ്മളോട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ ഓർക്കണം, സിൻ്റെ വാല്യൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സി ഈസ് ഈക്വൽ ടു ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ എ. ഓക്കെ, അതിനുശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കുക, കോളൻ ബി. അങ്ങനെയാണ് ഒരു ടെർണറി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. അതായത് സി ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ എ കോളൻ ബി. അതിനുശേഷം നമുക്കിനി സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഉപയോഗിച്ച് ഞാൻ സി പ്രോഗ്രാം വാല്യൂ കറക്റ്റായിട്ട് അസൈൻ ചെയ്തിരിക്കുമെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് ഓഫ് കമാൻഡ് യൂസ് ചെയ്യാണ്. my value of
value of c is percentage d, comma comma value of c. ഞാനിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ my value of c is 10. ഞാനിവിടെ സ്പേസ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ my value of c is 10. ഓക്കെ, സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. കാരണം ഈ സിൻ്റെ വാല്യൂ 10 ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തു. ഈ കണ്ടീഷൻ വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ. അത് ട്രൂ ആയതുകൊണ്ട് ഇവിടെ കോളനിൻ്റെ എൽ എച്ച് എസ് ഭാഗമാണ് ഇവിടെ ആൻസറെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈൻ മാറ്റി പകരം ലെസ് ദാൻ കൊടുക്കുക, എ ഈസ് ലെസ് ദാൻ ബി. അപ്പോൾ നമുക്കറിയാം ഈ കണ്ടീഷൻ ട്രൂ അല്ല. കാരണം 5 എന്ന് പറയുന്നത് 10-നേക്കാൾ വലുതല്ല. ഓക്കെ, അതിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കാം. മൈ വാല്യൂ ഓഫ് സി ഈസ് 5. അതായത് കണ്ടോ, മൈ വാല്യൂ ഓഫ് സി ഈസ് 5. അതായത് അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എ ഈസ് ലെസ് ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ അത് തെറ്റാണ്. അത് തെറ്റായതുകൊണ്ട് ഈ കോളൻ്റെ RHS ഭാഗമാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് ചേഞ്ച് ആയി കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഈ കണ്ടീഷൻ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കേസ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബി ആണ് വലുത്, അപ്പോൾ 4 കൊടുത്ത്. അപ്പോൾ എ ഈസ് ലെസ് ദാൻ ബി. അതായത് ഇപ്പം നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. ഇനി ഞാനിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് മൈ വാല്യൂ ഓഫ് സി ഈസ് 4. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വാല്യൂ ട്രൂ ആണ്. അത് ഞാനിവിടെ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണ്. ദാറ്റ് മീൻസ് എ ഈസ് ലെസ് ദാൻ ബി. അതുകൊണ്ട് കോളനിൻ്റെ LHS ഭാഗത്തുള്ള വാല്യൂ ആൻസറായി വന്നിരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ കമ്പാരിസണിൽ സൈൻ തിരിച്ചിട്ട്, അതായത് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഇനി നമ്മൾ ഒന്നുകൂടി ഇവിടെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കുക, മൈ വാല്യൂ ഓഫ് സി ഈസ് 5. എന്തുകൊണ്ട് 5 എന്ന് ചോദിച്ചാൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ റോങ് ആണ്. അതുകൊണ്ട് സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. അതായത് കോളൻ്റെ RHS ഭാഗമായിരിക്കും വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സി എന്ന് പറയുന്ന വേറൊരു വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ അസൈൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ എ ഈസ് ലെസ് ദാൻ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വരുന്ന റിസൾട്ട് എന്താണ്, ഫാൾസ് ആണെങ്കിലുള്ള റിസൾട്ട് എന്താണെന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. ഇത് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സും എൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ അല്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ഉപയോഗം തന്നെയാണ് ഈ ടെർണറി ഓപ്പറേറ്ററിനെ കൊണ്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.